എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ, ഒരു പുതുവർഷ ആശംസകൾ നേരുകയാണ്. എണീക്കാൻ ഒരുപാട് താമസിച്ചു, ഒരു 9:30 വരെ കിടന്ന് ഉറങ്ങി. എന്താ പറയുന്നത്, ഇന്നലെ വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലായിരുന്നു. എങ്കിലും ഞങ്ങൾ ഗ്ലോബൽ വില്ലേജുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ഏരിയയിൽ, ഗ്ലോബൽ വില്ലേജിനകത്ത് ഞങ്ങൾ പോയില്ല, അതിൻ്റെ ഒരു പരിസരത്ത് കുറച്ച് ചിക്കൻ ചുടാനും കാര്യങ്ങളുമായിട്ടൊക്കെ ഞങ്ങൾ ഇന്നലെ പോയി. നമ്മുടെ തലാൽ സൂപ്പർ മാർക്കറ്റ്, ഞാനിപ്പോൾ നിൽക്കുന്ന തലാൽ സൂപ്പർ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിൽ ഈ ഒരു ക്യാൻറ്റീൻ ഏരിയയിലാണ് നിൽക്കുന്നത്. കുറച്ച് ചിക്കനുമൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ, എൻ്റെ ജ്യേഷ്ഠനെ, എൻ്റെ കൂട്ടുകാരൻ അനിൽ, പിന്നെ നമ്മുടെ 2 കൂട്ടുകാർ കണ്ണന്, ഞങ്ങൾ കുറേ ആൾക്കാർ, 5 പേരുണ്ടായിരുന്നു. പോയി കുറേ ചിക്കനുമൊക്കെ ചുട്ട് അവിടെ നിന്നാണ് ഞങ്ങൾ ചുട്ട് കഴിച്ചത്. അപ്പോൾ അവിടെ നിന്ന് നോക്കിയാലുള്ള ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ ഗ്ലോബൽ വില്ലേജ് നടക്കുന്ന ലൈറ്റിങ്ങും കാര്യങ്ങളും, അതുപോലെ തന്നെ നമ്മുടെ ബുർജ് ഖലീഫിലെ കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ കാണാം. പക്ഷേ ബുർജ് ഖലീഫ കുറച്ചും ദൂരമാണ്, എങ്കിൽ പോലും നന്നായിട്ട് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. എന്തായാലും ഇത് ചേർത്തുകൊണ്ടുള്ളൊരു വീഡിയോ ആണ് വരുന്നത്. എന്തായാലും തീർച്ചയായിട്ടും എല്ലാവരും ഇത് കണ്ടു നോക്കുക, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാമിന് 5 കോഴിയാണ് വാങ്ങിച്ചിരുന്നത്. 5 കോഴി, 5 ഫുൾ കോഴി. എല്ലാവരും കഴിക്കുമെന്നുള്ള അറിയാൻ വയ്യ. എന്തായാലും നമുക്ക് നോക്കാം. ഫ്രഷ് കോഴി. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഗ്ലോബൽ വില്ലേജിലാണ്. ഇത് കാണിച്ചേ, ഞങ്ങൾ നിൽക്കുന്നതിന് നേരെ പുറകിൽ, അതായത് ഗ്ലോബൽ വില്ലേജിന് തൊട്ടടുത്താണ് നിൽക്കുന്നത്. അതെ, അഡ്വാൻസ് ആയിട്ട് തന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ, പുതുവർഷ ആശംസകൾ നേരുകയാണ് ആദ്യം തന്നെ. അപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്ലോബൽ വില്ലേജിൻ്റെ ബാക്ക് സൈഡിലാണ്. ഞങ്ങൾ ചിക്കനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഇന്ന് എന്തായാലും നമ്മൾ അടിച്ച് പൊളിക്കും. അപ്പോൾ ഞങ്ങളിപ്പോൾ 4-5 പേരുണ്ട്. കണ്ണനാണ് വീഡിയോ എടുക്കുന്നത്, പിന്നെ ഞങ്ങൾ ഈ നിൽക്കുന്ന 4 പേരും. അപ്പോൾ ഇന്നെന്തായാലും ഇവിടെ നിന്നുകൊണ്ട് തന്നെ നമ്മളിവിടെ നിന്ന് ബാക്കിയുള്ള പ്രോഗ്രാമുകളൊക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റും, ഏകദേശമൊക്കെ കാണാൻ പറ്റും. പിന്നെ ബുർജ് ഖലീഫ ഏകദേശം ദൂരം അങ്ങോട്ട് നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ അവിടെയും വർണ്ണാഭമായ പല പല പ്രോഗ്രാമുകളുണ്ട്. അതൊക്കെ നമുക്ക് കാണാനൊക്കുന്ന പരമാവധി പകർത്താവുന്ന ഞാൻ പകർത്താം. അപ്പം നമുക്കിന്ന് ചിക്കനൊക്കെ ചുട്ട് നമുക്കിന്ന് തകർക്കണം. അപ്പം എല്ലാവർക്കും വീണ്ടും ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. അപ്പം നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ മാത്രമാണ്. ഞങ്ങൾ മാത്രമൊന്നുമല്ല, ഒരുപാട് ടീമുകളുണ്ട്. ദേ ഇവിടെ ഒരു ടീമുണ്ട്, ദേ അവിടെ ഉണ്ട്. ഇനി അതെല്ലാം പോട്ടെ, ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ദേ അവളുടെ പാകിസ്ഥാനി അണ്ണന്മാർ 2 പേരുണ്ട്. അവരും ഇതാ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുക. കണ്ടോ, പാകിസ്ഥാനിയല്ല, മലയാളിയാന്ന് തോന്നുന്നു. അതെ, ഇത് കേട്ടോ, ആഹാ, വാനരന്മാരെല്ലാം നിപ്പണ്ട് പിടിക്കണം. കണ്ടോ, ഏത് സമയവും ഈ കനലൊന്ന് കെട്ടതിന് ശേഷം വേണം ചിക്കൻ ഇട്ട് അറിയാൻ നിൽക്കുക. ഞങ്ങളുടെ അമ്മച്ചി. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ ചാർക്കോളൊക്കെ കടയിൽ പോയി വാങ്ങിച്ച് കഴിക്കാം. പക്ഷേ ഈ ഒരു എന്താ പറയുക, ഒരു ഫീലുണ്ടല്ലോ, ഈ ഒരു ഫീല് നമുക്ക് ശരിക്കും പറഞ്ഞാൽ കടയിലോ ഒന്നും പോയി കഴിച്ചാൽ കിട്ടത്തില്ല. അപ്പോൾ ഇത് നോക്കി, എൻ്റെ തൊട്ട് പുറകെ തന്നെ ദേ ഇവിടെ ഒരു ടീമുകൾ കത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ നേരത്തെ കാണിച്ച പോലെ ഇവിടെ എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ ഈ വണ്ടി കൊണ്ടിട്ടേക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആ ഒരു ഭാഗം മൊത്തത്തിൽ ആ ഒരു വാഹനങ്ങൾ കിടക്കുന്നതിൻ്റെ അപ്പുറം എല്ലാം ആൾക്കാർ ഇതുപോലെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വീഡിയോയ്ക്കകത്ത് അത്ര ക്ലിയർ ആവുന്ന രാത്രിയിലായതുകൊണ്ട് അത്ര കാണാൻ പറ്റുന്നില്ല. ഇവിടെ ലൈറ്റിൻ്റെ ഒരു അഭാവമുണ്ട്. എങ്കിലും ഇനിയിപ്പോൾ ഏകദേശം ഞങ്ങളുടെ തീയൊക്കെ എന്താ പറയുക, ഒന്ന് എരിഞ്ഞ് അടങ്ങി ഇനിയിപ്പോൾ കനലാവാൻ പോകുന്നു. എൻ്റെ ജ്യേഷ്ഠന്, എൻ്റെ കൂട്ടുകാരൻ അനിൽ, പിന്നെ കണ്ണന്, ഷൈജു, പിന്നെ ഞാൻ. അപ്പോൾ ഏകദേശം തീയൊക്കെ കഴിയാറായിട്ടുണ്ട്. ഇതൊന്ന് നിരത്തിയിട്ടതിന് ശേഷം, എരിഞ്ഞ് തീർന്നതിന് ശേഷം, അനിൽ കനൽ അതിട്ട് നമ്മളിപ്പോൾ കത്തിക്കും. എന്തത് നിങ്ങൾ ആരെങ്കിലും തീരുമാനിക്കും ഏത് ആരാ പൊട്ടണമെന്നുള്ളത്. ഓക്കെ, നല്ല മസാലയിൽ ഇങ്ങനെ കുളിച്ച് നിൽക്കുന്ന ചിക്കൻ. അല്ലേ, അഭിപ്രായങ്ങൾ പറയല്ലേ. മിസ്റ്റർ ഷൈജു, കണ്ണൻ, ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇവിടെ ചിക്കൻ റെഡി ആവുന്നതോടൊപ്പം തന്നെ ദേ അവർ ഫ്രണ്ടിൽ നിൽക്കുന്നവരെ കാണാൻ വയ്യ, എന്നാലും കാണാം. നമ്മുടെ കൂടെ നിന്ന ആൾക്കാർ
അതോടെ അവിടെ എഴുതി കാണിക്കുന്നുണ്ട് ഹാപ്പി ന്യൂ ഇയർ കണ്ടോ. അടിപൊളി. അത് കൊള്ളാം. ഈ ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞാൽ എഴുതി കാണിക്കുന്ന ഡ്രോണാണ് കേട്ടോ, ഡ്രോൺ വിഷലാണ് കേട്ടോ. നമുക്കൊരെണ്ണം ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒക്കെ കുറക്കാട്ടുണ്ട് കേട്ടോ, കുറക്കാറുണ്ട്. അടിപൊളിയായിട്ട് വെന്തു. ഓ സൂപ്പർ. എന്താ പൊന്നടാ ഇതേ സംഭവം ശരിയായി. ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി. ഇതേ ഒരു കഷ്ണം താഴെ പോയി. ഇതിടത് ഒരു കഷ്ണം താഴെ പോയി. അതേ വലിയ നീളമുള്ള പീസ് ആയതുകൊണ്ടേ അത് ക്ലിപ്പ് ചെയ്ത സമയത്ത് പകുതി കൂടി ഞങ്ങൾ താഴെ പോയി. ഇത്രയും വലിയ സാധനം ഇതുണ്ടാക്കിക്കൊണ്ട് അടിപൊളിയായി. അപ്പം ഞങ്ങളുടെ ആദ്യ ലെയർ റെഡിയാക്കിക്കൊണ്ട് വന്നു. കഴിക്കുമോ? ഞങ്ങളുടെ ചേട്ടായി കഴിച്ചു. എടാ കഴിയടാ അണ്ണാ, കഴിക്കുമോ അണ്ണാ? അങ്ങനെയുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. സത്യത്തിൽ ഇങ്ങനെ ഇരുന്ന് കഴിക്കുന്ന ഒരു സുഖമുണ്ടല്ലോ. ഏത് ഹോട്ടലിൽ പോയി കഴിച്ചാലും ആ ഒരു സുഖം കിട്ടത്തില്ല. എന്നാൽ ഇപ്പം നല്ല ദുബായി നല്ല തണുപ്പുണ്ട്. ഇപ്പം ഓവർ തണുപ്പല്ല, എന്നാലും ഒരു മീഡിയം തണുപ്പം. പിന്നെ ഞങ്ങളിരിക്കുന്നൊരു മലയുടെ മണ്ടയ്ക്കാണ്. താഴെ റോഡ് വണ്ടിയൊക്കെ ഇപ്പോൾ നോക്കി. ഞങ്ങളെക്കാളും വേറെ വലിയൊരു മലയുടെ മണ്ടയ്ക്ക് കുറച്ച് ഇവിടെ ദുബായ് ഇരിപ്പുണ്ട്. കൈ കൊണ്ട് തിരിച്ചിട്ടാൽ മതി. അവിടെ പോയി പിടിക്കുന്ന കൈ പൊള്ള തിരിച്ചിട്ട് കൈ വേദന എടുത്താലും കളയരുത്. കരിഞ്ഞിട്ടില്ല, നല്ല കറക്റ്റ് പരിവാ. അത് വേവാനുണ്ട്. അച്ഛൻ്റെ തള്ളരുത്, പതുക്കെ കരുത്. ഉണ്ട്, അത്രയും കാര്യമേ ഉള്ളൂ. ഇതുകൊണ്ട് ഇത് നമ്മൾ തിരിച്ചിട്ടില്ല. ഇതും കൂടെ നിങ്ങോട്ട് തിരിച്ചങ്ങട്ടെ. ആ ചെവിന് കയറ്റിയിട്ടത്. ആ മതി. ഇത് രമേശ് ചേട്ടാ, ഇത് രമേശ് തൊലിക്കട്ടി കൂടുതലായിട്ട് മറ്റേ ഇതിട്ട് വേണം തിരിച്ച് ഇട്. ആ അവിടെ തന്നെ അയ്യവാ അടിപൊളിയായി. അനിൻ്റെ തൊലിക്കട്ടിയില്ല അവസാനം അത് സംഭവം റെഡിയായത്. അത് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഈ ഒരു വലിയൊരു കുന്നിൻ്റെ മുകളിലാണ് കേട്ടോ. ഇവിടെ താഴെ കുറേ ഫാമിലിയുണ്ട്, അവിടെ കുറേ ഫാമിലിയുണ്ട്. കണ്ടോ, അവിടെ എല്ലാം കുറേ ഫാമിലിയുണ്ട്. കണ്ടോ, സത്യത്തിൽ ഇവിടെ നിന്ന് കാണാനുള്ള കാഴ്ച നല്ല രസമാണ് കേട്ടോ. അതുപോലെ തന്നെ ആ വാഹനങ്ങൾ കിടക്കുന്നതിൻ്റെ ഏകദേശം അപ്പുറത്തൊക്കെ അവിടെ എല്ലാം ആൾക്കാർ ഇതുപോലെ ചിക്കൻ ചൂടുന്നുണ്ട്. കണ്ടോ, നമ്മുടെ ഗ്ലോബൽ വില്ലേജിൻ്റെ ബാക്ക് സൈഡ് ഇഷ്ടം പോലെ ഫാമിലി, അങ്ങോട്ടും ആൾക്കാർ ഒരുപാടുണ്ട്. കണ്ടോ, ഞങ്ങളുടെ ആൾക്കാർ കഴിച്ചുകൊണ്ടിരിക്കുക. കണ്ടോ, ഞാൻ വീഡിയോ എടുക്കാൻ പോയ സമയം കൊണ്ട് ഇത് കണ്ടോ, ഇതേപോലെ പരിപാടിയാണ് കാണിക്കുന്നത്. കണ്ടോ എങ്ങനെ ഇരിക്കുന്നു. അയാൾ ചോദിച്ചാൽ എങ്ങനെ ഇരിക്കുന്നു. നമ്മുടെ തിരുവനന്തപുരത്തെണ്ണം ചോദിച്ചാൽ ഇനി എൻ്റെ ചേട്ടച്ചാരുണ്ട് മാറിയിരുന്ന് ആരും കാണാതെ കഴിക്കുക. ഇനി ഞങ്ങൾ അടുത്ത ഒരു ലെയർ വെച്ചിട്ടുണ്ട് ഫൈനൽ. എൻ്റെ സുഹൃത്തുക്കളെ ഞാൻ ഒരുപാട് കഴിച്ചില്ല. ഞാൻ ഇവരെല്ലാം ഊട്ടുമായിരുന്നു. ഞാൻ ഒരമ്മച്ചിയായിട്ട് നിന്നുകൊണ്ട് ഇവർക്കെല്ലാം റെഡിയാക്കി കൊടുക്കുമായിരുന്നു. അവസാനം നമുക്ക് ആകെ കിട്ടിയൊരു കാല് മതി. നമ്മൾ കൊള്ളാം. ഇതിനൊന്നും കുറ്റം പറയാനില്ല, കാരണം മസാലയൊക്കെ നല്ല അടിപൊളിയുണ്ട്. ഉപ്പായാലും മസാല റെഡിമെയ്ഡ് വാങ്ങിച്ച് മിക്സ് ചെയ്ത് എടുത്താണ്. നല്ല ജ്യൂസി പോലെ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ, നല്ല ജ്യൂസി പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ എന്താ പറയുക, ന്യൂ ഇയറൊക്കെ കഴിഞ്ഞു, ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു, ഞങ്ങൾ ചിക്കനുമൊക്കെ ചുട്ടു തിന്നു. അപ്പോൾ ഇനി എന്തായാലും അടുത്ത ഒരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നന്ദി.